പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകാറുണ്ട്. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിന് വർക്കിംഗ് സ്പീഡ് ഇല്ലാതൊക്കെ വരാറുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനും നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പാണ്. ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് എല്ലാ മൊബൈൽ ഫോണിലും ഇപ്പോൾ വരുന്ന എല്ലാ മൊബൈൽ ഫോണിലും ഫയൽ മാനേജറായിട്ട് വരുന്നുണ്ട്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയാൽ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് 3 ഓപ്ഷൻ കാണും. ഒന്നാമത്തെ ക്ലീൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാലമായി ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജങ്ക് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ജങ്ക് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന ഫയലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ജങ്ക് ഫയൽ ഇവിടെ ആദ്യത്തിൽ കാണുന്നില്ല. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ജങ്ക് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണും. ഒന്നും പേടിക്കേണ്ട, ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് നിങ്ങളുടെ ഫോൾഡറുകളോ ഫയലുകളോ ഒന്നും നഷ്ടപ്പെടില്ല. രണ്ടാമത്തേത് നമുക്ക് ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ പലപ്പോഴും ഓരോ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യില്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ കിടക്കും. അത് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൂടുകയും മൊബൈൽ ഫോൺ ഹാങ് ആകുകയും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനത്തിൽ സ്പീഡ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഈ സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്ന എല്ലാ ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടുകളായിരിക്കും. ഓരോന്നും സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ലാർജ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മൾ ഈ ലാർജ് ഫയൽ എന്നുള്ളടുത്ത് താഴെ കാണുന്ന ഭാഗത്ത് സെലക്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കാണാൻ സാധിക്കും വലിയ MB ഉള്ള ഫോട്ടോ വീഡിയോ അടക്കം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് ജസ്റ്റ് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുത്താൽ മതി. ഇതിൽ ഓഡിയോസ്, ഫോട്ടോസ്, വീഡിയോസൊക്കെ കാണും. ലാർജ് ഫയലായിട്ടുള്ള ഏറ്റവും ബിഗ് ഫയലായിട്ടുള്ള ഫയലുകളൊക്കെ കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് മൂവ് ഫോർ ഫയൽ ടു ട്രാഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈ ഫോൾഡറിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം തീർക്കാനും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നത് തടയാനും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനും സാധിക്കുന്നതാണ്. താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ അതുപോലെ തന്നെ ബ്ലർഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ നേരത്തെ എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് കാണുന്നില്ല. ഈ ബ്ലർഡ് ഫയൽ എന്നുള്ളൊരു ഫോൾഡർ കാണും. അതായത് നമ്മൾ ക്യാമറയിൽ നിന്ന് പലപ്പോഴും ഫോട്ടോസുകൾ എടുക്കാറുണ്ട്. ഫോട്ടോസുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി 2-3 തവണ ക്ലിക്ക് ചെയ്യും. അതിനകത്ത് നമുക്ക് ബ്ലറായിട്ടുള്ള ഫോട്ടോകൾ ഉണ്ടാവും. ഒരു ഫോട്ടോ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് ലഭിച്ചുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോകളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ടാകും. അത്തരം ബ്ലർഡ് ആയിട്ടുള്ള ഫയലുകൾ, ഒരിക്കലും ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന ഫയലുകളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് അതിനകത്ത് നിന്ന് കാണാനും അത് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്ത് കളയാനും സാധിക്കും. അതിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം തീർക്കാനും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നത് തടയാനും മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് സാധിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്ത ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ അടുത്ത ഭാഗത്ത് 3 ലൈന് കാണും. അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ട്രാഷ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് കൊടുത്താൽ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയലുകളും ഈ ട്രാഷ് ബിൻ എന്നുള്ളിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ നിന്നുകൂടി ഡിലീറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്കത് പൂർണ്ണമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോന്നും സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഓൾ ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്ത് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം തീർക്കാനും മൊബൈൽ ഫോൺ ഹാങ് ആകുന്നത് തടയാനും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.